അനുദിനം ആശ്വാസം നൽകുന്ന ജീവവചനങ്ങൾ. ഇന്നത്തെ ചിന്ത: യേശുവിനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു പ്രാവശ്യം കൂടി ദൈവവചനത്തിൽ നിന്ന് ഒരു ലഘു സന്ദേശവുമായി നിങ്ങളോടൊപ്പമായിരിക്കുവാൻ കർത്താവ് എനിക്ക് തന്ന ഈ വിലയേറിയ സമയത്തിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. അതിനാധാരമായി, ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് ഒരു തിരുവചന ഭാഗം വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം, അതിൻ്റെ 4ഉം 5ഉം വാക്യങ്ങൾ. അതിങ്ങനെയാണ് വായിക്കുന്നത്: ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. പണ്ട് ഏലിയാവിൻ്റെ കാലത്ത് ബാലിനെ ആരാധിക്കാത്ത 7000 പേരെ ദൈവം ശേഷിപ്പിച്ചതുപോലെ ഈ കൃപായുഗത്തിലും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശുദ്ധരും നിഷ്കളങ്കരും അന്ത്യത്തോളം വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരുമായ ഒരു ശേഷിപ്പിനെ ദൈവം ശേഷിപ്പിക്കുമെന്നാണ് പൗലോസ് പറയുന്നത്. ഇന്ന് സ്വകാര്യതകളുടെ ഒരു ലോകമാണ്. എവിടെ നോക്കിയാലും സ്വകാര്യതയാണ്. സ്വകാര്യത എന്ന് പറഞ്ഞു മനുഷ്യന്റെ സുതാര്യത പോലും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോറി വിഷയത്തിൽ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാർ അതിന് തടസ്സമുന്നയിച്ചത് സ്വകാര്യതയുടെ പേരിലാണ്. സ്വകാര്യത ആവശ്യമാണ്. നിയമപരമായും ധാർമ്മികമായും സ്വകാര്യത മനുഷ്യന്റെ മൗലിക അവകാശമാണ്. എന്നാൽ ഒരു ദൈവ പൈതലിന് സ്വകാര്യത ഭൂഷണമല്ല. അവൻ പൊതുത്വം നിറഞ്ഞവനാണ്. അവൻ സുതാര്യനാണ്. അവൻ വെളിച്ചം പോലെ നിർമ്മലനാണ്. അവൻ ലോകത്തിന്റെ വെളിച്ചമാണ്. കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്വകാര്യത, മക്കളും മാതാപിതാക്കളും തമ്മിൽ സ്വകാര്യത, സഭയിൽ ചെന്നാൽ വിശ്വാസികളും തമ്മിൽ സ്വകാര്യത. ഏതൊരു വിശ്വാസിക്ക് തൻ്റെ ഇടത്തോടുകൂടി പറയുവാൻ പറ്റും, എൻ്റെ ജീവിതത്തിൽ ഒരു പണത്തൂക്കം പോലും സ്വകാര്യതയില്ലെന്ന്. സ്വകാര്യതകളില്ലാതെ ജീവിക്കുന്നവരാണ് യഥാർത്ഥ ദൈവമക്കൾ. ഇന്ന് സഭകളിൽ വിശുദ്ധി, വേർപാട്, വിശ്വസ്തത ഇവയെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുന്ന പ്രാസംഗികന്മാരില്ല. കള്ളത്തരം കാണിക്കരുതെന്ന് ഉപദേശിക്കുന്ന ഉപദേശിമാരില്ല. എപ്പിസ്കോപ്പൽ സഭകളിൽ നിന്നുമൊക്കെ, സമുദായങ്ങളിൽ നിന്നുമൊക്കെ നമ്മൾ പെന്തക്കോസ്തിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവവചനം പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനുമല്ലേ? എന്നിട്ടിപ്പോൾ കാലം മാറി, പരിശുദ്ധാത്മാവ് സഭയെ വിട്ടുമാറി. ആത്മീയരല്ലാത്ത നേതാക്കന്മാർ സഭയെ അടക്കിവാണ് കൊണ്ടിരിക്കുകയാണ്. സ്വർഗം, നിത്യത, ഉയരത്തിലെ ജീവിതം എന്നൊക്കെ വാതോരാതെ പ്രസംഗിച്ചുകൊണ്ട് നടന്നിരുന്ന നമ്മുടെ പിതാക്കന്മാരെ പോലെ ഒരെണ്ണത്തിനെ മഷിയിട്ട് നോക്കിയാൽ നമുക്ക് ഇന്നിവിടെ കാണുവാൻ കഴിയുമോ? ഇന്നിപ്പോൾ പണം, കാറ്, വീട്, പദവി, ലോകമഹിമ ഇതെല്ലാം ഒന്ന് മനസ്സിൽ നിറഞ്ഞിട്ട് ആത്മീയ സഭ പ്രോസ്പെരിറ്റി സഭയായി പോയില്ലേ? ഒരു പാവം പിടിച്ചവൻ സഭയിലേക്ക് വന്നാൽ അവനെ കണ്ട ഭാവം കാണിക്കില്ല. എന്നാൽ കുറച്ച് കാശുള്ളവൻ സഭയിലേക്ക് വന്നാൽ അവനെ മാനിച്ച് സ്വീകരിച്ച് അവനെ സ്ഥാനമാനങ്ങൾ കൊടുത്ത് അവനെ പുൾപിറ്റിലിരുത്തി പ്രസംഗിപ്പിക്കും. അതല്ലേ നമുക്കിന്ന് കാണുവാൻ കഴിയുന്നത്. ആത്മീയരല്ലാത്ത നേതാക്കന്മാരാണ് നിങ്ങളുടെ സഭയെ നയിക്കുന്നതെങ്കിൽ
അത് ആ സഭയിലുള്ള വിശ്വാസികളോടുള്ള ദൈവത്തിൻ്റെ ഒരു ന്യായവിധിയാണ് എന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയുവാൻ കഴിയുന്നത്. എന്നാൽ ആ സഭയിൽ നിന്ന് തന്നെ ഒരു ശേഷിപ്പിനെ, ആ സഭയിൽ നിന്ന് തന്നെ ഒരു ശേഷിപ്പിനെ ദൈവം ശേഷിപ്പിക്കും. ആ ശേഷിപ്പിൽ നമ്മളെല്ലാം ഉണ്ടായിരിക്കണം. അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. ആമേൻ.